അല്ലെങ്കിൽ നാം ഇതേവരെ കാണാത്ത ഒരു ലോകത്തേക്ക് യാത്ര തിരിച്ചു പോകുന്നവരാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ ആ ഒരു താൽക്കാലികമായ യാത്രാ പരിസരങ്ങളിൽ ഉണ്ടാകുന്ന ഒന്നിനെയും അവനവന്റെ ഹൃദയത്തിലോട്ട് കയറ്റി ആശങ്കാകുലരാകാൻ പാടില്ല എന്ന് ഖുർആനും സുന്നത്തും നമ്മളെ പരമപ്രധാനമായി പഠിപ്പിക്കുന്നുണ്ട്. വളരെ ചെറിയ ഒരു സമയത്തിന്റെ ഉള്ളിൽ നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, അപരാരി പറഞ്ഞത് നിർത്തിയെടുത്ത് നിന്ന് ഞാൻ വീണ്ടും തുടങ്ങുകയാണ്. ആ പറഞ്ഞതിന് ഞാനൊരു പൂരകം ചേർക്കുകയാണ്. പരസ്പര പൂരകമായി, പരസ്പര വൈരുദ്ധ്യമല്ല, പരസ്പര പൂരകമായി അതിനോട് ചേർത്ത് പറഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്നാണ് എന്റെ യുവാക്കളെ, ഈ ജീവിതം ശാശ്വതമല്ല. ഇത് വളരെ ക്ഷണിക പ്രവാ ചഞ്ചലമെന്ന് കവി പറഞ്ഞതുപോലെ ഇത് വളരെ ക്ഷണികമാണ് എന്ന ഓർമ്മക്കുറിപ്പാണ്. അങ്ങനെ ചെറിയ ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ടാൽ ആ ശബ്ദം നമ്മുടെ ഹൃദയത്തെ ഭയമായി ഗ്രസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ചുമതലകളെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. മുസ്ലിമിനെ സംബന്ധിച്ചോളം അവന്റെ നാനാഭാഗത്തും ശബ്ദകോലാഹലങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പ്രയാസങ്ങൾ, പേര് വെട്ടലുകൾ, പേര് കൂട്ടിച്ചേർക്കലുകൾ, പേര് ചേർക്കാനുള്ള തത്രപ്പാട്, വെട്ടിയോന്നറിയാനുള്ള തത്രപ്പാട്, ലിസ്റ്റിലുണ്ടോന്നറിയാനുള്ള ബേജാറ്, ഇങ്ങനെ 1000 പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് നാം കടന്നു പോകുന്നത്. SIR എന്ന പേരിൽ പുതുതായി നാമകരണം ചെയ്യപ്പെട്ട ഒരു പുതിയ പ്രതിസന്ധിയിലൂടെ നടക്കുമ്പോ എല്ലാവരും നോക്കുന്നത് ആ ലിസ്റ്റിൽ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് വന്നിട്ടുണ്ടോ ഇല്ലയോ, തള്ളപ്പെടുമോ ഇല്ലയോ, അതിർത്തി കടന്ന് ആരവങ്ങളോടെ കടക്കപ്പെടുമോ ഇല്ലയോ എന്ന വലിയൊരു ഭീതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കർണാടകയിൽ SIR പരിപാടി തുടങ്ങിയില്ല. കേരളത്തിലൊക്കെ ഞാനൊക്കെ ഇന്ന് ഇരുന്ന് നോക്കുമായിരുന്നു, ലിങ്കിൽ നോക്കിയിട്ട് എന്റെ പേര് കയറിയോ ഇല്ലയോ, SIR ഉണ്ടോ, വോട്ടുണ്ടോ ഇല്ലയോ. ആ ലിസ്റ്റിൽ കഴിഞ്ഞ 10-45 വർഷമായി ഇന്ത്യയിൽ ജീവിക്കുന്ന ഞാൻ ഏതാണ്ട് അരനൂറ്റാണ്ടിലധികം പിന്നിടാൻ ഈ രാജ്യത്ത് താമസിക്കുന്ന ഞാൻ എന്റെ കൈവിരലുകൾ ഒരു ജനാധിപത്യ അവകാശത്തിന്റെ അടയാളമായി ചേർക്കാൻ കഴിയുമോ എന്ന് ആശങ്കാകുലമായി നോക്കുന്ന ഒരു സാഹചര്യം. NRC ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ SIR വരുമ്പോ എല്ലാത്തിനെയും അതിഭീതിതമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി വരാനിരിക്കുന്ന ഒരു ഭാവി എന്താണ്? ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടുകൂടെ എല്ലാവരും ഇനി എന്നാണ് അടുത്ത ഭാവി എന്ന് ആശങ്കാകുലരാവുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്, ഏത് ആശങ്കകളാണ് നമ്മളെ ഭരിക്കുന്നത്, ഏത് ഭയങ്ങളാണ് നമ്മളെ പിടികൂടുന്നത്, എന്തിനാണ് ഭയാചകിതരായി നാം ഇങ്ങനെ കടന്നു പോകുന്നത്? കാരണം നമുക്ക് തന്നെ ഉറപ്പുള്ള ഒരു കാര്യമാണ്, ഈ ജീവിതം താൽക്കാലികമാണ്. നമുക്ക് തന്നെ അറിയാം ഇത് വളരെ നൈമിഷികമാണെന്ന് നമുക്കറിയാം. ഏത് സമയത്തും കടന്നു പോകേണ്ടതാണെന്നറിയാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം പേര് ഉണ്ടോ ഇല്ലയോ, ആ പട്ടികയിൽ പേരുണ്ടോ ഇല്ലയോ എന്ന കാര്യം നമ്മളെ സംബന്ധിച്ചോളം വലിയ ബേജാറാവേണ്ട കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും ബേജാറാകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചില പട്ടികകളിൽ നമുക്ക് പേര് കയറേണ്ടതുണ്ട്. ആ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ആ ഒരു ലിസ്റ്റിൽ എന്റെ പേര് വന്നിട്ടുണ്ടോ? ആ ഒരു ലിസ്റ്റിൽ എന്റെ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ടോ? ഞാനാ വിശിഷ്ടമായ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് എന്റെ പേര് പുറത്താണോ അകത്താണോ എന്ന് ഒരു വിശ്വാസിയായി, മുസ്ലിമായി, മുഅ്മിനായി നമുക്കെല്ലാവർക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു പട്ടികയുണ്ട്. ആ പട്ടിക ഏതാ? ആ പട്ടിക നമ്മുടെ പേരുകളുണ്ടോ എന്ന് ആശങ്കാകുലയോടെ നമ്മൾ നോക്കണം. അത് SIR മാത്രമല്ല, വോട്ടർ പട്ടികയിൽ മാത്രമല്ല, നമ്മളെല്ലാവരും ഇന്ന് ലിങ്കിൽ കയറിയ പേരുണ്ടോ എന്ന് അന്വേഷിച്ച് നമ്മളൊക്കെ നടന്നു പോകുന്ന സമയത്ത് അതിനേക്കാൾ ആകാംക്ഷയോടെ ആ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്ന ഒരാളെ നമുക്ക് കാണാം. ആള് മറ്റാരുമല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകന്റെ രണ്ടാമത്തെ ഖലീഫയായി കടന്നു വന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ചിരുന്ന, ഇന്നും ലോകം ഇടയ്ക്കിടയ്ക്കൊക്കെ എന്ന് മാത്രമല്ല എല്ലാ സമയങ്ങളും ആഗ്രഹിച്ചു പോകുന്ന മഹാനായ ഹബീബായ നബി തങ്ങളുടെ രണ്ടാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം മദീനയിലൂടെ ഇങ്ങനെ ഭയാശങ്കയോടെ ആശങ്കയോടെ മഹാനായ ഉമർ റളിയല്ലാഹു തആല ഇങ്ങനെ ഒരാളെ അന്വേഷിച്ചോടുകയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്താ അനക്കില്ലാത്ത എന്താ? മഴയൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ നന്നായിട്ട് തണുത്ത് കൊച്ചിരിക്കുക, ഒരു ഉഷാറൊക്കെ വേണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? ഉണ്ടോ ഇല്ലയോ? ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? ഉണ്ടോ? ആ, മനസ്സിലാവണവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക് നോക്കട്ടെ. എന്നിട്ട് മനസ്സിലായെങ്കിൽ ഇത് ഇവിടെ വന്നിരുന്നാണ് ഇച്ചിരി മുമ്പോട്ട് വരും. ഒരല്പമാണ് ഈ കാർപ്പറ്റിനോട് അവിടെ മതി. ഇനി മുമ്പോട്ട് വന്ന അധ്യക്ഷനാവും. ഇത്തിരി കൂടെ മുമ്പോട്ട് വരും. അല്പം. ഓക്കെ, നിങ്ങൾ അടുത്ത് കാണണം, എന്നാലേ അതിനൊരു സുഖമുള്ളൂ. അല്ല ചെയ്തേ? അടുത്തടുത്ത് മതി, പെട്ടെന്ന് സമയം തീർന്നു. ഈ അബറാരി എന്നെ പറ്റിച്ചാണ്. അബറാരി വന്ന് കാസർഗോഡ് നിന്ന് 20 കിലോമീറ്റർ ഉള്ളു. അദ്ദേഹം തന്നെ സമ്മതിച്ച് ഞാൻ കള്ളം പറഞ്ഞു കൊണ്ടുവന്നു. കൊല്ലത്തുനിന്ന് കാസർഗോഡ് വരാൻ എന്ത് സുഖം, കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വരാൻ വേറെ മുഷ്കില്ലേ. എന്തായാലും അൽഹംദുലില്ലാഹ് ഖൈർ. ഉനൈസ് ഒരു 10 വർഷം കൊണ്ട് വിളിക്കുന്നതാണ് ഇങ്ങോട്ട്. ഏതായാലും ഈ പേരുണ്ടോ എന്ന് നോക്കണ്ടേ? എവിടെയാ നമുക്കിപ്പോ SIR ഉണ്ടായാലെന്ത്, ഏതിലുണ്ടായാലും എന്ത്, നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ പേര് വരേണ്ടത് എവിടെയാ? എവിടെയാണ് നമ്മൾ പരതേണ്ടത്? എവിടെയാ? ആ അന്വേഷണം നമ്മളെ എവിടെയാണ് കൊണ്ടുപോയി എത്തിക്കേണ്ടത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനയുടെ പരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിലൂടെ ഉമർ റളിയല്ലാഹു തആല അൻഹു അന്വേഷിക്കുകയാണ്. ഐന ഹുദാഫ, എവിടെ ഹുദാഫ, എവിടെ ഹുദാഫ, എവിടെ ഹുദാഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചുള്ള പരക്കം പാച്ചിലാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസ മുഖരങ്ങളിലേക്ക് ഇത് കടന്നു വരുമോ എന്നൊക്കെ എനിക്ക് തിരിച്ചറിയാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ആധുനികതയുടെ രാസലഹരി മസ്തിഷ്കങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു പുതിയ കാലത്ത് ഭൗതികമായ ലോകത്തിന്റെ വർണ്ണപ്രപഞ്ചങ്ങളിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും കെട്ടിപ്പിടിച്ച പരലോകത്തെ ഭയാശങ്കകളോടെ മറന്നുപോകുന്ന, പരലോകത്തെ കുറിച്ച് ചിന്തിക്കണമെന്ന് പലപ്പോഴും നമ്മളോട് തന്നെ പറഞ്ഞു പോകുന്ന ഒരു വല്ലാത്ത ശപിക്കപ്പെട്ട കാലത്തിലൂടെ നടന്നു പോകുമ്പോ ആത്മീയതകളെ തളർത്തിക്കളയുന്ന പുതിയ പ്രതിഭാസങ്ങൾ, യുക്തിവാദങ്ങൾ, നിരീശ്വരവാദങ്ങൾ, ഫെമിനിസങ്ങൾ, ഹോമോ ലെസ്ബിയൻസിന്റെ അവകാശവാദങ്ങൾ, പരിസരങ്ങൾ മുഴുവനും അസുരന്മാര് പോലെ മലീമസമായി പോകുന്ന ഒരു കാലത്ത് മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിലെ മെരുവോരത്തോടെ ഇങ്ങനെ ഓടി നടക്കുന്നത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ആ മനുഷ്യൻ നിസ്സാരക്കാരനല്ല. യൂറോപ്പ് വരെ നീണ്ടുകിടക്കുന്ന ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമായ അറേബ്യൻ മഹാസാമ്രാജ്യത്തിന് അധിപതിയാണ് അദ്ദേഹം. ആ മഹാനായ ഉമർ റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ഹുദാഫ എവിടെ? അന്വേഷിച്ചോടി പരന്ന് മസ്ജിദുൻ നബവിയുടെ ഓരത്ത് വെച്ച് മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആലനെ കാണുമ്പോ ഓടിച്ചെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹുദാഫയെ പിടിച്ചു നിർത്തുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഹുദൈഫ, എത്ര നേരമായിട്ട് നിങ്ങളെ ഞാൻ അന്വേഷിക്കുകയാണ്. എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ, എന്തിനാണ് ഹുദാഫ അന്വേഷിച്ച് പരക്കം പായുന്നത്? വേപതയോടെ, വിഹ്വലതയോടെ, വിഭ്രാന്തിയോടെ, അറിയാനുള്ള ആഗ്രഹത്തോടെ SIR പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ ഞാനതിൽ നിന്ന് പുറത്താണോ അത് നമ്മൾ ചിന്തിക്കാനുള്ള നമ്മുടെയൊക്കെ മനസ്സിന്റെ വ്യഗ്രതയ്ക്കപ്പുറം മഹാനായ ഉമർ റളിയല്ലാഹു തആല ചോദിക്കുന്നു, ഹുദാഫ, ഞാനൊരു കാര്യം അറിഞ്ഞിട്ട് വന്നതാണ്. എന്താണ് കാര്യമെന്നറിയുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കപട വിശ്വാസികളായ ആളുകളുടെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഈമാനില്ലാതെ കപട വിശ്വാസമായി നടക്കുന്ന ആളുകൾ, അവരെ തിരിച്ചറിയാൻ പ്രയാസമാണ്. ആരൊക്കെയാണ് യഥാർത്ഥ വിശ്വാസികൾ, ആരാണ് കപട വിശ്വാസികളെന്ന് ഹബീബായ നബി തങ്ങൾ നിന്നോട് പറഞ്ഞനാ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. ഹുദാഫ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വിശ്വാസികളുടെ ലിസ്റ്റ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? മഹാനായ ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഉമറേ, 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 നിങ്ങൾ എന്റെ സതീർത്ഥനാണ്, സഹകാരിയാണ്, എന്റെ സുഹൃത്തുകാരനാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ആ വൃത്താന്തം എന്നോട് പറഞ്ഞു തരുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹുദാഫ,
ആരൊക്കെയാണ് മുഅ്മിനീങ്ങൾ, ആരൊക്കെയാണ് മുഅ്മിനീങ്ങളല്ലാത്തവർ, ആരൊക്കെയാണ് വിശ്വാസികൾ, ആരൊക്കെയാണ് വിശ്വാസികൾ? ആ പേര് ജിബ്രീൽ വന്നോട് പറഞ്ഞു തന്നു. ആ പറഞ്ഞ പേര് നിന്നോട് ഞാൻ പറഞ്ഞു തരികയാണ്. പക്ഷേ ഇത് രഹസ്യമായി സൂക്ഷിക്കണേ, ആരോടും പറയരുത്. ഒരാൾ ചോദിച്ചാലും പറയാതെ രഹസ്യം സൂക്ഷിക്കാമെന്നുണ്ടെങ്കിൽ നിന്നോട് പറയാമെന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങൾ ആരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞേൽപ്പിച്ചതാ. അതുകൊണ്ട് ഉമറേ, എനിക്കത് പറയാൻ കഴിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാപഞ്ചിക ലോകത്തിന്റെ വരുന്നതും വരാനിരിക്കുന്നതും ഇനി കാണാനും കാണാനിരിക്കുന്നതുമായ കിഴക്ക് പോയി സൂര്യൻ ഉദിക്കുന്നത് വരെ ലോകം അഭിമുഖീകരിക്കുന്ന ആയിരക്കണക്കിന് പൂരണമില്ലാത്ത സമസ്തകളെ മദീനത്തെ പള്ളിയുടെ ഈത്തപ്പനമരത്തിന്റെ ഓലയിൽ ചാരിയിരുന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്ത രഹസ്യത്തിന്റെ നേതാവേ, ആ രഹസ്യത്തിന്റെ പരമകാണ്ഡമേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഹുദാഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തതാ. അതുകൊണ്ട് ഉമറേ, നിങ്ങളുടെ പേരാ ലിസ്റ്റിലുണ്ടോ നിനക്ക് പറയാൻ കഴിയില്ലെന്ന് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണീരടഞ്ഞിട്ട് പറഞ്ഞു, ഹുദാഫ, മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ആരുടെയൊക്കെ പേരുണ്ടെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ ആ വിശ്വാസികളുടെ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ ഇല്ലോ, ഉമർ അതിന് പെടുമോ ഇല്ലയോ എന്നൊന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോ ആരായ ഹുദാഫ റളിയല്ലാഹു തആല നിഷ്കളങ്കതയോടെ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, ആരോടാണ് നിങ്ങൾ ഈ ചോദിക്കുന്നത്? നിങ്ങളുടെ പേര് മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓടിച്ചുറിയുന്ന പേമാര് തടസ്സം നിൽക്കുമ്പോഴും ആഗ്രഹത്തോടെ കടന്നു വന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, ഈ ഇരിക്കുന്നവരൊക്കെ അത്രമേൽ അള്ളാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ഈ സദസ്സിൽ വന്നത്. ആരാണ് ഈ ചോദിക്കുന്നതെന്നറിയോ? ആരാണ് ഈ പറയുന്നതെന്നറിയോ? പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തിലൂടെ ഒട്ടകത്തെ വെച്ച് നടന്ന 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ കിരാതതയുടെ പര്യായമായി മാറിയ ഒരു കാലത്ത് ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ തെമ്മാടിയായി ജീവിച്ചു അവസാനം ഒരു റൊമാന്റിക് ഭാവനയ്ക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാറ് വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോക ചരിത്രത്തെ വിസ്മയിപ്പിച്ച ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമറാ വ ഖൽബിഹി, അല്ലാഹു സത്യത്തെ ഉമറിന്റെ നാവിലും ഉമറിന്റെ ഹൃദയത്തിലും മുദ്രണം ചെയ്തിട്ടുണ്ടെന്ന് ഇതേവരെ അസത്യത്തിന്റെ ലാഞ്ചനപ്പം ചെമ്പകപ്പൂ തേനിതള തരങ്ങളിൽ നിന്ന് നിർഗളിച്ചിട്ടില്ലാത്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറഞ്ഞ 60ഓളം ഖുർആനിലെ ആയത്തുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനാണ് ചോദിക്കുന്നത്, എന്റെ വിശ്വാസം പൂർണ്ണമാണോ, അതല്ല കപട വിശ്വാസികളുടെ ലിസ്റ്റിൽ എന്റെ പേര് ചേർത്തപ്പെട്ടിട്ടുണ്ടോ? ചോദ്യമാരുടേതാണ്. ഏത് ലിസ്റ്റിലാണ് എന്റെ പേര്? ആ ലിസ്റ്റിലുണ്ടോ? ഇന്ന് ഉച്ചക്ക് SIR പേര് വന്നാല് അത് നോക്കാൻ ഒരു ലിങ്ക് ഉണ്ട്. ഉച്ചക്ക് അബറാരി ആ ലിങ്ക് തുറന്നിട്ട് അബറാരിയുടെ പേര് കണ്ടപ്പോ തുള്ളിച്ചടന്നു, എന്റെ പേരുണ്ടായിരുന്നു. നമ്മുടെ ഒരു സ്വാഭാവികമായൊരു പ്രതികരണമാണ്, എന്റെ ലിസ്റ്റ് ഉണ്ട്, ഞാൻ ഇന്ത്യ പൗരനാണ്, ഉടനെ ഒന്നും പുറത്തു പോകില്ല. ഒരു ചെറിയ വിഷയം നമ്മളെ ഇത്രത്തോളം ആശങ്കപ്പെടുത്തുന്നുവെങ്കിൽ, ഒരു ചെറിയ വിഷയം ഇത്രത്തോളം നമ്മളെ ആശങ്കപ്പെടുത്തുന്നുവെങ്കിൽ, എന്താ ആശങ്ക? ആ ലിസ്റ്റിൽ ഞാൻ പെട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ നിന്ന് നമ്മൾ രാജ്യത്ത് നിന്ന് പുറത്താവും. ആ ഒരു ചെറിയ കാര്യം. ഇനി അതിങ്ങനെ ലിസ്റ്റിൽ പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് രണ്ടാമത് ഓൺലൈനിൽ കൊടുത്ത് തിരുത്തിയോ മാറ്റിയോ ഒക്കെ നമുക്കത് മാറ്റാനുള്ള അവസരമുണ്ട്, ഓപ്ഷനുകളുണ്ട്. പക്ഷെ സഹോദര, നിങ്ങൾ ആരെങ്കിലും എന്റെ സഹോദര സഹോദരി ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ, ഇവിടുത്തെ ലിസ്റ്റിലെ പേര് വന്നില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്താവണം. അപ്പൊ പടച്ചോൻ പറഞ്ഞ ലിസ്റ്റിൽ പെട്ടില്ലെങ്കിൽ പടച്ചോന്റെ തറവാട്ടി നമ്മൾ പുറത്താവൂലേ? പടച്ചോന്റെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്താവൂലേ? ആവില്ലയോ? സ്വർഗത്തിൽ നിന്ന് പുറത്താവും. അവിടെ നിന്ന് പുറത്താക്കി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച പിന്നെ തിരിച്ചേറ്റോ? സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടോ? പിന്നീട് OTP വരുമോ?
അതീന്ന് പുറത്താക്കിയാൽ ഫഅമ്മല്ലദീന ശഖൂ ഫഫിന്നാരി ലഹും ഫീഹാ സഫീറുൻ വശഹീഖ്. ഖുർആൻ. ഫഅമ്മല്ലദീന ശഖൂ, അതിൽ പരാജയപ്പെട്ട് ആരെങ്കിലും പുറത്തായാൽ ഫഫിന്നാരി, അവൻ അവസാനം കാലാകാലം നരകത്തിലാണ്, കാലാകാലം നരകത്തിലാണ്. അതിൽ നിന്ന് പുറത്തായാൽ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു അതിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ പടച്ചവന്റെ ലിസ്റ്റിൽ ഒരു യഥാർത്ഥ മുഅ്മിനായി ഞാൻ ഉണ്ടാകണം എന്നതാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. ആ ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടപ്പെടുന്നതാണ് നമ്മുടെ സമയത്തോളം പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലാഹു അവനിഷ്ടപ്പെട്ട, അവൻ ഏറ്റവും സന്തോഷത്തോടെ നമ്മെ നോക്കുന്ന ആ വലിയ അടിമകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും. അല്ലാഹുവിന്റെ ലിസ്റ്റ് ഏതാ? അവന്റെ അടിമ എന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. യാ ഇബാദി, യാ ഇബാദി, എന്റെ അടിമകളെ. നമ്മുടെ ഉടമസ്ഥനാരാ? അല്ലാഹു. ലോകത്തിലൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം ഏതാ? ലോകത്തിലൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം ഏതാ? ആ അംഗീകാരം എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ മേൽവിലാസത്തിലോ അതിന്റെ ചേംബറിലോ ഒരു അംഗീകാരം കിട്ടുന്നതോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പരമോന്നതമായ പദവി കിട്ടുന്നതോ ഒന്നുമല്ല. യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് അല്ലാഹു വിളിക്കുമ്പോ ആ വിളിക്കുന്ന അടിമകളെ നമ്മൾ വിടുക. എന്റെ അടിമ യാ ഇബാദ് എന്താവുക? പരമനുഷ്യന്മാരെ, യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് വിളിക്കുമ്പോൾ അതിന് നമ്മൾ ഉണ്ടാവുക. എന്നാൽ യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കും, എന്റെ അടിമകളെ നിങ്ങൾ ഭയക്കണ്ട, നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. യാ ഇബാദി ഫത്തഖൂൻ, എന്നെ അന്വേഷിച്ച് എന്നെ സൂക്ഷിച്ച് ജീവിക്കുക, നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ലാ ഖൗഫുൻ അലൈക്കും, നിങ്ങൾക്ക് യാതൊരുവിധ ഭയവും ആശങ്കയും പ്രയാസങ്ങളും വേണ്ട. യാ ഇബാദി ഫത്തഖൂൻ, നിങ്ങൾ എന്നെ അംഗീകരിച്ച് ജീവിച്ചാൽ മാത്രം മതി. ആ അംഗീകാരത്തിലോട്ട് നമ്മൾ നടന്നു പോവുക എന്നതാണ് എല്ലാവരെയും സമത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹുവിന്റെ അടിമ, എന്റെ സിട്ടാവിനെ അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, അതിനപ്പുറത്തോട്ട് എനിക്ക് വേറെ ഒന്നുമില്ല. എന്റെ പടച്ചവൻ എന്ത് പറഞ്ഞോ അതാണ് എന്റെ ദീൻ. എന്റെ പടച്ചവൻ എന്ത് പറഞ്ഞു അതാണ് എന്റെ ദീൻ. പുതിയ കണ്ടെത്തലുകളോ പുതിയ വർത്തമാനങ്ങളോ എന്റെ ദീനല്ല. 5 നേരം നിസ്കരിക്കണം, ആര് പറഞ്ഞു? റബ്ബ് പറഞ്ഞു. സക്കാത്ത് കൊടുക്കണം, ആര് പറഞ്ഞു? എന്റെ ഉടമ പറഞ്ഞു. റമളാനിൽ നോമ്പെടുക്കണം, ആര് പറഞ്ഞത് കൊണ്ട്? എന്റെ ഉടമസ്ഥൻ പറഞ്ഞു. സാമ്പത്തികമായി ശാരീരികമായി ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകണം, ആര് പറഞ്ഞു? എന്റെ ഉടമസ്ഥൻ പറഞ്ഞു. പലിശ മേടിക്കരുത്, ആര് പറഞ്ഞു? എന്റെ ഉടമ പറഞ്ഞു. ഒരാളെയും ചതിക്കരുത്, ആര് പറഞ്ഞു? എന്റെ ഉടമസ്ഥൻ പറഞ്ഞു. ഒരാളെയും കൊല്ലരുത്, ആര് പറഞ്ഞു? എന്റെ ഉടമസ്ഥൻ പറഞ്ഞു. ആണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കണം, ആര് പറഞ്ഞു? എന്റെ ഉടമസ്ഥൻ പറഞ്ഞു. പെണ്ണും പെണ്ണും കൂടി വിവാഹം കഴിക്കരുത്, ആര് പറഞ്ഞു? എന്റെ ഉടമസ്ഥൻ പറഞ്ഞു. ഇവിടെ നിയമമാരുടേതാ? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട? ഇല്ല, ഇവിടെ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഇല്ല, കല്യാണമേ ഇല്ല. ഇതാരുടെ നിയമമാണ്? ആ നിയമത്തെ അനുസരിക്കുമ്പോഴാണ് നമ്മൾ അല്ലാഹുവിന്റെ അടിമകളായി മാറുക. അവിടെയാണ് നമ്മൾ വിധേയത്വമുള്ളവരായി മാറുക. അവസാനം അങ്ങനെയല്ല. ചതിക്കരുത്, വഞ്ചിക്കരുത്, പലിശ വാങ്ങിക്കരുത്, മദ്യപിക്കരുത്, കള്ളു കുടിക്കാൻ പാടില്ല. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഞാൻ ഒരു ഇച്ചിരി ഇരുന്നോട്ടെ, എന്റെ കാല് തീരെ വയ്യ. ഇച്ചിരി ഇരുന്നോട്ടെ, ഇത്ര യാത്ര ചെയ്ത് വന്നിട്ട്. ഇന്നലത്തെ ഫ്ലൈറ്റ് യാത്ര, ഇന്ന് ട്രെയിൻ യാത്ര. നമുക്ക് നന്നായിട്ട് പോകാതെ പറയല്ലേ, കാലിന് ഇങ്ങനെ അസ്വസ്ഥത പിടിച്ചു. എല്ലാവരും മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കും. അങ്ങനെ ഒരു ഇരിക്കുന്ന സ്റ്റാൻഡേർഡ്. എല്ലാവരും 3 സ്വലാത്ത് ഉറക്കൊന്ന് ചൊല്ലിക്കുക. സല്ലല്ലാഹു അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അധിക ദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ആരാണ് അത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതെന്റെ അല്ലാഹു പറഞ്ഞത്. ഒരു കാര്യം മദ്യപിക്കരുത് എന്ന് പറയുന്നത് എല്ലാം ഹലാലാക്കി തന്നിട്ടാണ് അല്ലാഹു പറഞ്ഞത്. ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് ഹറാമാണ്. എല്ലാം ഏത് കാര്യം വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ കഴിച്ചുകൊള്ളൂ, നിങ്ങൾ കുടിച്ചുകൊള്ളൂ. ഏതൊക്കെ പ്രദേശത്ത് പോയാലും എവിടെയൊക്കെ പോയാലും ആഗ്രഹിക്കുന്ന ഏതൊക്കെ വിശിഷ്ടമായ ആഹാരപാനീയങ്ങളുണ്ടോ അതെല്ലാം ഒരു ബുഫയിലേക്ക് പോയാൽ ഏതൊക്കെ ആഹാരപാനീയങ്ങളാ, ഏത് നിറത്തിലുള്ള, ഏത് രുചിയിലുള്ള, ഏത് കളറിലുള്ള മുജിറ്റോകൾ കുടിക്കാം, പഴവർഗ്ഗങ്ങൾ കഴിക്കാം, ഏത് സാധനവും നമുക്ക് കഴിക്കാം. ഹലാലായ ആയിരക്കണക്കിന് പാനീയങ്ങളെ അനുവദനീയമാക്കി തന്നിട്ട് നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും, അത് UK-യിലാകട്ടെ, ഓസ്ട്രേലിയയിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, കരീബിയൻ ദ്വീപുകളിലാകട്ടെ, എവിടെയുമാകട്ടെ, എവിടെയൊക്കെ ചെന്നാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു പറയുകയാണ്, ആഗ്രഹിച്ചതെല്ലാം കഴിച്ചുകൊള്ളൂ, ആഗ്രഹിച്ചതെല്ലാം കുടിച്ചുകൊള്ളൂ. ആയിരക്കണക്കിന് പദാർത്ഥങ്ങളെ നമുക്ക് ഹലാലാക്കി തന്നിട്ട് അല്ലാഹു ഒരേ ഒരു കാര്യത്തിൽ മാത്രം പറഞ്ഞു, മദ്യമാണെങ്കിൽ അത് കഴിക്കരുത്, അത് മാത്രം നിങ്ങൾ കഴിക്കരുത്. പന്നിമാംസം നിങ്ങൾ കഴിക്കരുത്, ആ ലഹരി വരുത്തുന്ന കല്ല് നിങ്ങൾ കുടിക്കരുത്. അതൊഴിച്ചുള്ള ആയിരക്കണക്കിന് ആഹാര പദാർത്ഥങ്ങളെ അനുവദനീയമാക്കി തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഒരേ ഒരു കാര്യം മാത്രം ഹറാമാക്കുമ്പോ അതെന്റെ റബ്ബിനിക്ക് എന്റെ ഉടമസ്ഥനത് അനുവദനീയമല്ലെന്ന് പറഞ്ഞാൽ അതെന്റെ ജീവിതത്തിൽ ഞാൻ കുടിക്കുന്ന പ്രശ്നമില്ല. ഏതൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏതൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും അതൊന്നും ഞാൻ കഴിക്കുന്ന പ്രശ്നമില്ലെന്ന് പറയുമ്പോഴാണ് ഒരു മുസ്ലിം ലോകത്തുള്ള എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്. അവനാണ് മുസ്ലിം എന്ന് പറയുന്നത്, അവനാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരവസ്ഥയിലേക്ക് എന്റെ ഉടമസ്ഥൻ പറഞ്ഞ മാർഗത്തിലേ ഞാൻ ചലിക്കൂ എന്ന് പറയാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ സയ്യിദനാ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഇരിക്കുമ്പോ ആനവർകളെ സദസ്സിനോട് പറഞ്ഞു, സഹാബാ നിങ്ങളെല്ലാവരും മദീനയുടെ കവാടത്തിലേക്ക് പോകണേ. ആ മദീനത്തിന്റെ കവാടത്തിലേക്ക് അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ റളിയല്ലാഹു തആല അൻഹു കടന്നു വരും. മദീനയിലെ മുഴുവൻ പുരുഷന്മാരും അബ്ദുല്ലാഹ് ബിൻ ഹുദാഫയുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്ത് സ്വീകരിക്കണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഈ ലോകത്തിന്റെ നശ്വരമായ ജീവിതത്തിന്റെ പുറകെ പാഞ്ഞു പോകുന്ന ഈ ദുനിയാവ് കളിക്കാനും ചിരിക്കാനും ഉള്ളതാണെന്ന് കരുതി പോകുന്ന ക്ഷുഭിത യൗവനത്തിനോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം നമ്മോട് എങ്ങനെയാണ് സംവദിക്കുന്നതെന്ന് പറയാൻ, ഏത് വഴിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് പറയാൻ, ലോകചരിത്രത്തിന്റെ അപൂർവമായ ധന്യമുഹൂർത്തത്തിലൂടെ കടന്നുപോയ നിങ്ങളെപ്പോലെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാമുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമുള്ള ഈ രാപ്പലുകളെ ആസ്വദിക്കുവാനും ഇന്ന് വേണ്ട ഈ ഭൗതികമായ ജീവിതത്തിൽ ആസ്വദിക്കാനുള്ള ആരോഗ്യവും സമ്പത്തും സൗന്ദര്യവും ഉണ്ടായിട്ടും പടച്ച തമ്പുരാന്റെ വടിയിലൂടെ സഞ്ചരിച്ച ഒരു അത്ഭുത പ്രതിഭാസത്തെ പരിചയപ്പെടുത്തി തരട്ടെയോ? ഇത് ബാലരമയുടെ ചിത്രകഥയല്ല, ഇത് അമർ ചിത്രകഥയല്ല, ഹാരി പോട്ടറിന്റെ ഭാവനാവിലാസങ്ങളല്ല, ഇത് ടോമാഞ്ചറിയുടെ കഥകളുമല്ല. കാൽപ്പനികതയുടെയും യാദൃച്ഛികതയുടെയും കവിയരങ്ങ് തീർത്ത് കഥകളെ കുറിച്ചുള്ള നിങ്ങളോട് ഞാൻ പറഞ്ഞു തരിക. ആരാമകാനായ അബ്ദുല്ലാഹ് ബിൻ ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു അൻഹു മഹാനബികളെ റോമാ സാമ്രാജ്യത്തിന് പോരാടിയിട്ട് അവസാനമാനായ അബ്ദുല്ലാഹ് ബിൻ ഹുദാഫയും 60ഓളം വരുന്ന സഹാബത്തിനെ റോമാ ചക്രവർത്തി ഹിർക്കൽ പിടിച്ചുകൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിട്ട് മഹാനായ അതിന്റെ സേനാനായകനായ അബ്ദുല്ലാഹ് ബിൻ ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ ഹുദാഫത്ത് സഖഫി റളിയല്ലാഹു തആല അൻഹു മഹാനബികളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് പാശ്ചാത്യ രൂപത്തിന്റെ പ്രതിരൂപമായ ആ കിസ്റ കൊട്ടാരത്തിന്റെ സർവാഡംബര വിഭൂഷിതനായ സ്വർണ്ണ കൊട്ടാരത്തിന്റെ രാജശില്പിയായി ശോഭിക്കുന്ന സുന്ദരികളായ ലലനാമണികളായ പെൺകുട്ടികളെ ചുറ്റുഭാഗത്ത് നിർത്തി മോഹിപ്പിച്ചിട്ട് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഹുദാഫയോട് ചോദിക്കുന്നുണ്ട്, അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ, മുഹമ്മദ് നിന്നോട് പറഞ്ഞ ഏകത്വത്തിന്റെ മതത്തിൽ നിന്ന് അല്ലാഹുവിനെ തള്ളി പറഞ്ഞിട്ട് ഞങ്ങളുടെ മതത്തിലേക്ക് വരാൻ തയ്യാറാണോ? ചോദിക്കുന്ന ചോദ്യം മതത്തിന്
ഉപേക്ഷിച്ചിട്ട് വരാൻ തയ്യാറാണോ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ പറഞ്ഞു, ഇല്ല ഇല്ല. സഹോദരാ, ചെറുപ്പക്കാരെ, കണ്ണഞ്ചപ്പിക്കുന്ന മാദക സൗന്ദര്യമുള്ള പെൺകുട്ടികൾ മുമ്പിൽ നിന്ന് മാടി വിളിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ ചഷകങ്ങളിൽ കള്ളും ഇങ്ങനെ നുരഞ്ഞു പൊന്തുന്നുണ്ട്. എല്ലാ സുഖാഡംബരങ്ങളുടെ കൊട്ടാരങ്ങളും കാത്തു നിൽക്കുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ ഒരു ഭിത്തിയിലോട്ട് ചേർത്ത് നിർത്തിയിട്ട് കൈ ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് റോമക്കാര് അമ്പെയ്യാൻ തുടങ്ങി. ഒന്നാമത്തെ അമ്പ് കൈപ്പത്തിയുടെ വെളിയിൽ പറിച്ചു, രണ്ടാമത്തെ അമ്പ് കൈപ്പത്തിയുടെ താഴെ പറിച്ചു. ഇങ്ങനെ തുരുതുരാ അമ്പുകൾ വന്ന് ശരീരം മുഴുവനും അമ്പുകളുടെ ഇടയിൽപ്പെട്ടു. അവസാനത്തെ അമ്പ് പാഞ്ഞു വന്നിട്ട് റോമയുടെ ചക്രവർത്തി പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ കഴുത്തെടുക്ക. സഹോദരാ, സഹോദരി, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. മൂത്ത അമ്പുകളുടെ ഇടയിൽ ശരീരത്തിലെടുത്ത് ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് അവസാനത്തെ കണ്ണിന്റെ മുമ്പിലൂടെ അമ്പ് പാഞ്ഞു വരുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ എന്ന ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞതില്ല, ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്തുള്ള മുഴുവൻ സകലമായ സൃഷ്ടികളുടെയും പരിപാലകനായ, ആകാശഭൂമികളുടെ സിട്ടാവായ, സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളുടെ ഡിസൈനറായ, ഈ തെരുക്കങ്ങളെയും താരകങ്ങളെയും ഈ കടലുകളെയും കാട്ടരുവിയെയും കരടിയെയും സൃഷ്ടിച്ച ഈ മണലുകളും ഈ മണൽത്തരികളും ഈ കാട്ടാറുകളും ഈ വെള്ളത്തുള്ളികളും ആകാശത്ത് കൂടി പറന്നു പോകുന്ന പറവകളും നാൽക്കാലികളായ ജീവികളും ഇരുകാലികളായ മനുഷ്യരും ഇതേവരെ കാണാത്ത അമീബയടക്കമുള്ള ജീവികളും ആരുടെ തസ്ബീഹാണോ പറയുന്നത്? ആരാണോ അതിനെ സൃഷ്ടിക്കുന്നത്? ആരാണോ ഈ ലോകത്തുള്ള 30 കോടി വരുന്ന ജീവജാലങ്ങൾക്ക് രാപകലില്ലാതെ ഭക്ഷണം കൊടുക്കുന്നത്? ആരാണോ രോഗം കൊടുക്കുന്നത്, ശിവയാക്കുന്നതും ആരാണോ? ഈ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫക്ക് നാളെ അടുത്ത നിമിഷത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് തിരിച്ചറിയുന്ന എന്റെ ഏകനായ റബ്ബുണ്ടല്ലോ. റഅയ്തുല്ലാഹ അക്ബറ കുല്ല ശൈഇ മുഹാവറതൻ വഅക്തറുഹും ജുനൂദാ. അവനറിയാതെ ഹുദാഫയുടെ ശരീരത്തിൽ പുൽക്കൊടി വന്ന് തറക്കുകയില്ല. ലൈസിബുനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, ലൈയുസീബുനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. ആ പാഞ്ഞു വരുന്ന അമ്പുകൾ ചെവിയുടെ ഓരത്തുകൂടി സിൽക്കാല ശബ്ദമിട്ട് തറയിൽ തെറിക്കുമ്പോ രാജാവ് ചോദിക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ, ഞാനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ അമ്പ് നിന്റെ മസ്തിഷ്കം തുളച്ചിട്ട് കയറിപ്പോയേനെ. ഇനിയും നിനക്കൊരവസരമുണ്ട്, അല്ലാഹനെ വിട്ടിട്ട് വരാൻ ഉടമസ്ഥനെ വെടിയാൻ തയ്യാറാന്നു എന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ പറഞ്ഞു, ഇല്ല ഇല്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ നേരെ കൈകാലുകളിലെ ചങ്ങലയിട്ടിട്ട് കാരാഗ്രഹത്തിലടിക്കപ്പെട്ടുമ്പോ ഒളിഞ്ഞുപോലെ സൂര്യകിരണങ്ങൾ നോക്കാത്ത കാരിരമ്പിന്റെ തടവറ തീർച്ച കരിങ്കല്ലിന്റെ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കരുത്തു ചോർന്നു പോകാതെ കാലത്തിന്റെ വിളിയാളം കേട്ട അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ 28 ദിവസമാണ് ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിട്ടത്. ആരെങ്കിലും ഒരു പവൻ സ്വർണം കൊടുക്കുമ്പോ പട്ടിണിയുടെ നേരത്തെ ബ്രെഡ് ഞാമും കൊടുക്കുമ്പോഴും മതമുപേക്ഷിച്ചു പോകുന്നവരോട് ഒരു സുന്ദരി പെണ്ണ് മാട് വിളിക്കുമ്പോ അവരെ കല്യാണം കഴിച്ചിട്ട് അവളുടെ കൂടെ ഭാര്യയായി ജീവിക്കാൻ അള്ളാഹു തന്ന മതത്തിനെ വലിച്ചെറിയുന്ന ചെറുപ്പക്കാരാ, ഒരു സുന്ദരി പെണ്ണിന് വേണ്ടി അള്ളാഹുവിനെ വലിച്ചെറിയുന്ന എന്റെ യുവാക്കളോട്, ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നവന് വേണ്ടി അള്ളാന്റെ ദീനിനെ വലിച്ചെറിയുന്ന എന്റെ പെൺകുട്ടികളോട്, 28 ദിവസം അന്നപാനമില്ലാതെ വെളിച്ചം കയറാത്ത കാരാഗ്രഹത്തിൽ കിടന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ഒരു തുള്ളി വെള്ളം കിട്ടാതെ തൊണ്ട വരണ്ട് പെടഞ്ഞു മരിക്കുന്ന നേരത്ത് മഹാനവറുകളുടെ മുമ്പിലേക്ക് പന്നി ഇറച്ചി ഒരു പാത്രത്തിലും ഒരു പാത്രത്തിലെ കള്ളും കൊണ്ടുപോയി വെച്ചു. ഹുദാഫ, വേണമെങ്കിൽ കഴിച്ചിട്ട് ജീവൻ നിലനിർത്തിക്കോളൂ എന്ന് പറയുമ്പോ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടൊരു തുള്ളി കുടിച്ചുപോയി. കല്യാണത്തിന്റെ തലേന്നിട്ടുള്ള വിരുന്നിൽ പെട്ടുപോയി. അവൻ എന്നെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചതാണ് പറഞ്ഞ് ന്യായം പറയുന്നവരോട്, പടച്ചവന്റെ ദീനിന്റെ ഹറാം ഹലാൽ തിരിച്ചറിയാത്തവരോട്, ഇതൊരു കുട്ടിക്കളിയല്ല, ഇതൊരു തമാശയല്ല, ഇത് പടച്ചറപ്പിന്റെ ദീനിന്റെ അഹ്കാമുകളാണ്. മാനവതകള് തൊണ്ട പൊട്ടി മരിക്കുമെന്നിരിക്കുമ്പോ മാനവതകൾ ആ പന്നി മാംസത്തിലോ
മദ്യത്തിലോ തൊടാതെ അത് തട്ടിമാറ്റുമ്പോ ഒരുക്കുന്നൊരു ഹുദാഫ. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്, എന്തെന്നറിയുമോ? ഒരാള് ദാഹിച്ച് പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്ന നേരത്ത് എന്തെങ്കിലും ഒരു ഭക്ഷണമോ ആഹാരമോ വെള്ളമോ ഉള്ളിൽ ചെന്നില്ലെന്ന് മരിക്കുമെന്ന് ഉറപ്പാകുമ്പോ വേറെ ഒരു ഭക്ഷണമോ ആഹാരമോ കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് പന്നിമാംസമാണെങ്കിലും മദ്യമാണെങ്കിലും കുടിച്ചിട്ട് ജീവൻ നിലനിർത്താനുള്ളത് കുടിക്കാം. ആ സമയത്ത് വേണമെങ്കിൽ കുടിക്കാമെന്നുള്ളത് നിയമമാണല്ലോ. ഇല്ലാ മലുതുറിർത്തും മലൈ എന്ന് ഖുർആൻ പറഞ്ഞത് നേരത്തെ അപറാരി ഓതിയ ആയത്തിന്റെ ഒരു കാര്യമുണ്ടല്ലോ. സൂറത്തുൽ മാഇദയിൽ നിഷിദ്ധമായ ഓരോ പന്നിമാംസവും മദ്യവും പറഞ്ഞിട്ട് ഇല്ലാ മലുതുറിർത്തും മലൈ നിർബന്ധിതമായ അവസ്ഥയിൽ ഒഴികെ കുടിക്കാമെന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. ചോദിച്ചു അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ, ജീവൻ നിലനിൽക്കൽ കുടിക്കൽ അനുവദനീയമായിട്ട് കുടിക്കാത്തതെന്താ? മഹാനായ ഇബ്നു ഹുദാഫയുടെ മറുപടി, എങ്ങാനും ജീവൻ നിലനിർത്താൻ ഞാനിത് കുടിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ ഹറാമാക്കിയത് ദുനിയാവിന് വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ കുടിച്ചെന്ന് നാളെ നിങ്ങൾ പറയില്ലേ? ഞാനത് ആത്തിയോടെ കുടിക്കുമ്പോ നിങ്ങൾ എന്റെ ദീനിനെ പരിഹസിച്ചിട്ട് പൊട്ടിച്ചിരിക്കില്ലേ? പിന്നെന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു, സഹോദരാ, ഞാനത് കഴിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ചിരിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ദീനിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച ആ പോരാളികളുടെ സമർപ്പണത്തിലാണ് ഞാൻ നിങ്ങൾ മുസ്ലിമായത്. ഇന്ന് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഹോമോസെക്ഷലും പറഞ്ഞ് ആടിപ്പാടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മതം എനിക്ക് പ്രശ്നമല്ല, മതമല്ല 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 പ്രശ്നം, മതമല്ല 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 പ്രശ്നം എന്ന് പറഞ്ഞ് മതമിളകുന്നവര് ആ മതത്തിന്റെ നിയമങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ എനിക്ക് മതം പ്രശ്നമല്ല ഇവള് മതി എന്ന് പറയുമ്പോ അത് കാണിച്ചിട്ട് ഇസ്ലാമിന്റെ എതിരാളികളെ പൊട്ടിച്ചിരിക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു അവരുടെ മുമ്പിൽ പറഞ്ഞു, ഞാനത് കുടിക്കുമ്പോ നിങ്ങളുടെ മുഖത്ത് വരുന്ന പരിഹാസച്ചിരി അതെന്റെ ഹബീബിനെ പരിഹസിക്കലാ, അതെന്റെ ഹബീബിനെ പരിഹസിക്കലാ. ഞാൻ പിന്നെ എന്തിനാ ജീവിക്കണം? ഞാൻ ചെയ്ത ഒരു പ്രവൃത്തിയുടെ പേരിൽ എന്റെ ഹബീബ്, ഞാൻ ജീവൻ കൊടുത്തത് എന്റെ ഹബീബിന് വേണ്ടി, ഞാൻ ജീവൻ കൊടുത്തത് എന്റെ ഹബീബിന് വേണ്ടി. ഞാൻ എന്റെ കൈകാലുകൾ ഹംസ റളിയല്ലാഹു അൻഹു എന്റെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടത് ഹബീബിന് വേണ്ടി, കരളുകൾ പിച്ചിച്ചീന്തിയത് ഹബീബിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നിന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഞാനത് അങ്ങനെ തിന്നുമ്പോ നിങ്ങൾ എന്റെ ഹബീബിനെ പരിഹസിക്കാനോ എന്റെ ദീനിനെ പരിഹസിക്കാനോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ അള്ളാന്റെ ദീൻ ചുരുങ്ങാനോ ഞാൻ സമ്മതിക്കില്ല. ഇതാണ് മുഅ്മിൻ, ഇതാണ് മേൽവിലാസം. അഡ്ജസ്റ്റ്മെന്റിനല്ല മുസ്ലിം എന്ന് പറയുന്നത്, അഡ്ജസ്റ്റ്മെന്റിനല്ല. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ മുമ്പിൽ തടവറ തോറ്റു. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ വിശ്വാസത്തിന്റെ മുമ്പിൽ ചങ്ങലക്കെട്ടുകൾ പൊട്ടിയെറിഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ ഈമാനിന്റെ മുമ്പിൽ കൊളുത്തുകൾ പതറിത്തെറിച്ചു. ഒരു അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളരെ നിങ്ങൾ ഉണ്ടായിരിക്കുക. ഞാൻ കാരണം, അഹമ്മദ് കബീർ കാരണം ഇസ്ലാം പരിഹസിക്കപ്പെടരുത്. അബ്ദുൾ റസാഖ് അബ്റാരി കാരണം ഇസ്ലാം പരിഹസിക്കപ്പെടരുത്. അസീദ് കാരണം ഇസ്ലാം പരിഹസിക്കപ്പെടരുത്. സഖാവി ഉസ്താദ് കാരണം, ഞാൻ കാരണം ഇസ്ലാം ഒരു കൊട്ടുണ്ടാവരുത്. കാരണം ഇത് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ കൊടുത്തിട്ടുണ്ടായതാണ്. ഇത് നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നതാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ അവസാനിച്ചില്ല, തീർന്നില്ല മനുഷ്യന്മാരെ, തീർന്നില്ല. നിങ്ങൾ കേൾക്കണണ്ട. മാലക്കും ലാ തന്ദിക്കൂൻ, നിങ്ങൾ കേൾക്കണണ്ട. ഉണ്ടെങ്കിൽ ഒന്ന് തലയാട്ടി. ഇത് ഞാൻ പറഞ്ഞൊരു ചെറിയ ചരിത്രത്തിൽ ഇപ്പോഴത്തെ കാലത്ത്, ഈ ഒരു കാലത്ത് ഇബ്നു ഹുദാഫമാരെ വീണ്ടും ചരിത്രം ആഗ്രഹിക്കുകയാണ്. അവരൊരിക്കൽ കൂടി കടന്നു വരാൻ ഈ ചരിത്രം കാതോർക്കുകയാണ്. അവസാനിച്ചില്ല. മഹാനവരുടെ മുമ്പിൽ കടങ്കൽ പാളയങ്ങൾ ചിതറിത്തെറിച്ചു, ചങ്ങലകൾ പൊട്ടിത്തെറിഞ്ഞു. മഹാനവറുകളെ കൊണ്ടുവന്നു ഒരു വിശ്വാസിയുടെ മുമ്പിൽ. നല്ല ചൂടുള്ള വെള്ളം നടപ്പാ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ചൂട് ചുക്കുമുക്കൊന്നുമല്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നാം ഈ പറയുന്ന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്കൊരു സലാത്ത് പറയാൻ പോലും നമ്മുടെ തൊണ്ട വന്നൂല. നമ്മളാരാ? മുസ്ലിം. നമ്മളാരാ? മുഅ്മിൻ. നമ്മളാരാ? വിശ്വാസി. നമ്മളാരാ? ഹബീബിന്റെ മുത്തുനബിയുടെ അനുയായികൾ, താജദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹു അഗതിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബി റസൂലില്ലാഹി ഹസ്ബി റബ്ബി. ബദറിലും മികന്തൊരു ശോഭ നബി, ബീവി ആമിന തന്റെ സബി, വലതുൽ അമീനായി വന്ന നബി, ആമന്നാ ബി റസൂലില്ലാഹി ഹസ്ബി റബ്ബി. ഉറക്കെ എല്ലാവരും ഉറക്കത്തിലെ ഹസ്ബി റബ്ബി. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. വിശ്വാസത്തിന്റെ മുമ്പിൽ കരിങ്കൽ പാളയങ്ങൾ അടിയറ വെച്ച അവിശ്വസനീയമായ ഒരു ആദർശകതയുടെ അവസാനമെന്നോളം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ നേരെ കൊണ്ടുവന്നിട്ട് 60ഓളം വരുന്ന കൂട്ടുകാരെ പിടിച്ച് തടവിലാക്കിയിട്ടുണ്ട്. ആറുകളെ പിടിച്ചുകൊണ്ടുവന്ന് വലിയ ഒരു അടുപ്പിന്റെ മുകളിലേക്ക് വലിയൊരു പാത്രമെടുത്തതിലേക്ക് എണ്ണ ചൂടാക്കി, ആ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓരോരുത്തരെയായി എടുത്തിടുകയാ. തന്റെ പ്രിയപ്പെട്ട അനുയായികൾ ഒരാളെ തിളച്ച എണ്ണയിലോട്ട് വലിച്ചെറിഞ്ഞ് ആ മനുഷ്യൻ ഇങ്ങനെ ആ എണ്ണയിൽ കിടന്നിങ്ങനെ പെടയുന്ന നേരത്ത് ഓരോരുത്തരെ രണ്ടാമത്തെ ആളെയും എടുത്തിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ, ഇനി നിനക്ക് മയാറായില്ലേ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അടുത്തത് നീയാ. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല കരയാൻ തുടങ്ങി. എന്തിനാ കരഞ്ഞതെന്നറിയോ? ആ തിളച്ചു മറിയുന്ന എണ്ണ കണ്ടിട്ടില്ല അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ പേടിച്ച് കരയാന്ന് കരഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ ജന്മമേ എനിക്ക് തന്നുള്ളൂവല്ലോ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി 100 പ്രാവശ്യം ഇതുപോലെ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞ് ഷഹീദാവാൻ അല്ലാഹു എനിക്ക് അവസരം തന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് ഞാൻ കരഞ്ഞതാണെന്ന് പറയവേ അവസാനം ഈ റോമാ സാമ്രാജ്യത്തിന്റെ അധിപന്മാര് പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ, നീ അല്ലാഹുവിന്റെ ദീനിനെ തള്ളി പറയണ്ട, ഒന്നും നടക്കില്ലെന്ന് പ്രകോപനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ വഴങ്ങില്ലെന്ന് മനസ്സിലായപ്പോ മഹാനവറുകളോട് പറഞ്ഞു, ഏറ്റവും അവസാനം റോമാ ചക്രവർത്തിയുടെ നെറ്റിത്തടത്തിൽ നീ ഒരു ചുംബനം കൊടുത്താൽ ബാക്കിയുള്ള 60 പേരെ നിരുമാനികം വിട്ടേക്കാവെന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു, ഒന്നുമല്ലല്ലോ, ആ രാജാവിന്റെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്താൽ തന്നെ 60 സഹോദരങ്ങൾ സഹാബത്തുകളെ രക്ഷപ്പെടുമെന്ന് ഓർത്തപ്പോ മഹാനവറുകളെ മനസ്സില്ലാ മനസ്സോടെ റോമാ ചക്രവർത്തിയുടെ നെറുകയിൽ ഒരു ചുംബനം കൊടുത്തു. എന്നിട്ട് 60 സഹാബത്തിനെയും കൈപിടിച്ചു മഹാനവറുകൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റോമാ സാമ്രാജ്യത്തിന്റെ കോട്ടകത്തളകളിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നപ്പോ ആ വിവരം അറിഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, സഹാബാ, അല്ലാഹുവിന്റെ ദീനിന്റെ മുമ്പിൽ അചഞ്ചലമായി നിലനിന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തിരിച്ചു വരുന്നുണ്ട്. മദീനയുടെ കവാടത്തിൽ ചെന്നിട്ട് എല്ലാവരും അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുക്കണേ. പടച്ചവന്റെ മുമ്പിലല്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ കുനിക്കില്ലെന്ന് പറഞ്ഞ നെറ്റിത്തടമാണത്, അതിന് നിങ്ങൾ ചുംബനം കൊടുക്കാൻ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സഹോദരാ സഹോദരി, മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കരുതെന്ന് പറഞ്ഞതാരായ
എന്റെ റബ്ബ്, ആ റബ്ബ് പറഞ്ഞതിനപ്പുറത്തേക്ക് എനിക്കൊരു ജീവിതമില്ല. ഇന്നീ വജ്ജഹതു വജിഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്കെന്റെ റബ്ബല്ലാതെ എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ അടക്കവും എന്റെ അനക്കവും എന്റെ ചേട്ടയും എന്റെ നിശ്ചേട്ടയും എല്ലാ പടച്ചവന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോഴാണ് ഞാനൊരു വിശ്വാസിയാവുക. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞ ലിസ്റ്റിൽ ഞാൻ എന്റെ പേരെഴുതി ചേർക്കുക. അള്ളാഹു അതിൽ അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ അവന്റെ അടിമകളാക്കട്ടെ. അല്ലാഹു നമ്മെ അവന്റെ അടിമകളാക്കി തരട്ടെ. വമിമ്മാ സാദനി ശറഫൻ വതീഹാ വസിത്തു ബിയ ഖുമസിയത തുറയ്യ ദുഖൂലി തഹത ഖൗലിക യാ ഇബാദി വഅന സയ്യറത അഹ്മദ ലി നബിയാ. എന്തൊരു കവിതയാണിത്, എത്ര മനോഹരമായ കവിതയാണിത്. മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയാ, വമിമ്മാ സാദനി ശറഫൻ വതീഹാ, എനിക്കൊരു ഷറഫ് കിട്ടുക. ഷറഫല്ല ഇല്ല, തുറനായിട്ട് കല്യാണം കഴിച്ചില്ല. വമിമ്മാ സാദനി ശറഫൻ വതീഹാ, ചെറുപ്പക്കാരെ മനസ്സിൽ കേട്ടണം. ഈ പറയുന്ന വാള് എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, ഇത്രയും ദൂരം താണ്ടി ഞാൻ വന്നത് നിങ്ങളോട് ഇത് പറയാനാണ്. ചെറിയൊരു ജീവിതമേ ഉള്ളൂ. എത്ര കാലം ചിന്തിക്കുക, എത്ര കാലം? നാളത്തെ സൂര്യോദയം കാണുമോ? ഉറപ്പുണ്ടോ? അഹമ്മദ് കബീർ ഈ പ്രസംഗം അവസാനിപ്പിക്കുമോ? അഹമ്മദ് കബീർ ഈ പ്രസംഗം അവസാനിപ്പിക്കുമോ? ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം 17 മിനിറ്റ് പ്രസംഗിക്കാൻ തയ്യാറാക്കി വെച്ച പ്രസംഗമായിട്ടാണ് പ്രസംഗപീഠത്തിൽ കയറിയത്. ഏഴാമത്തെ മിനിറ്റിൽ ആള് വന്നു. മുന്തലോ പിന്തലോ ഇല്ലാത്ത മരണത്തിന്റെ മാലാഖ മാടി വിളിച്ചു. ഇന്ത്യ രാജ്യത്തിന്റെ ഉരുക്കു മനുഷ്യൻ യാത്രയായി. ഞാൻ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനാണ്. പറയാൻ പറ്റുമോ മനുഷ്യന്മാരെ? പറ്റുമോ പെങ്ങളെ? അള്ളാഹു ധാരാളം സൗന്ദര്യം ഉണ്ട്. കാസർഗോഡ് മംഗലാപുരം ഒക്കെ പ്രത്യേകിച്ച് എല്ലാവരും അല്ല, ഞാൻ പറയുന്ന ഈ കാസർഗോഡ് മംഗലാപുരം നോക്കിവരെയൊക്കെ നോക്ക്, അല്ലേ? കൊടക് ഇതല്ലേ ഞാൻ തുളപ്പെട്ടല്ലേ, ഇതിനൊക്കെ ന്യൂസ് അല്ലേ? നോക്ക് എന്ത് ഗ്ലാമറാ നമ്മളൊക്കെ കണ്ട. ഞാൻ അപരാരിയൊക്കെ ഉണ്ട്. മാഷാ അല്ലാഹ്. എല്ലാരും കയറിയിരിക്കും. എല്ലാരും നല്ലൊരു വിഷയം ഇങ്ങനെ പറഞ്ഞ് മൂടിൽ കയറി വന്നപ്പോ മഴയായിരുന്നു. സഹോദരിമാര് നനയും, അത് അവർക്ക് പന്തലുണ്ട. മുമ്പോട്ട് വരും, മുമ്പോട്ട് വന്ന് നമുക്ക് ദുആ ചെയ്ത് വരിക, പെട്ടെന്ന് വരിക. മുമ്പോട്ട് വന്ന് ഇൻഷാ അല്ലാഹ്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. മഴയെക്കുറിച്ച് 3 പദമാണ് ഖുർആൻ പറയുന്നത്. എത്ര പദം? 4. മലയാളത്തിൽ മഴ, കന്നഡയില് മളൈ, തമിഴില് ചിന്നമളൈ. മഴയെക്കുറിച്ച് ഖുർആനിൽ 4 പദമാണ്. ഞാൻ പറഞ്ഞുതരാം. മഴ ഏറ്റവും വലിയ റഹ്മത്താണ്. ഈ മഴ പെയ്യണ സമയത്ത് ദുആ ചെയ്താൽ സ്വീകരിക്കുന്നതാണ്. ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു നല്ല സദഖ ചെയ്തോളി. പടച്ചോന്റെ റഹ്മത്ത് വരണ സമയമാണ്. നമുക്ക് ദുആ ചെയ്യും. ബക്കറ്റുമായിട്ട് സംഘാടകർ വരും. അല്ലമീന്റെ കുട്ടികളെന്തി ഒന്ന് പോയി മക്കളെ. എല്ലാരും മനസ്സറിഞ്ഞൊരു 3 സ്വലാത്തിലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ സ്വീകരിക്കണേ അല്ലാഹ്.
ഏതാഗ്രഹത്തോടെ സദഖ ചെയ്യുന്നുവോ ആ സദഖയിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ, സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. കടങ്ങളുണ്ടെങ്കിൽ കടങ്ങൾ വീട്ടി കൊടുക്കണേ റഹ്മാനെ, മാരകമായ രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്, പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി നീ റാഹത്ത് നൽകണേ അല്ലാഹ്. സല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കും. സറവനോടൊക്കെ വാങ്ങിച്ചു, എല്ലാവരോടും വാങ്ങിച്ചോ. ജി പേ ആണെങ്കിൽ കാർഡ് കൊടുത്താലും മതി. നമുക്ക് ഇന്നലെയും നല്ല മഴയാണ്. ഒന്ന് പടച്ചോൻ ഏതായാലും കുറച്ച് ഉസ്താദ്മാരൊക്കെ ഒത്തിരി സലാത്തൊക്കെ ചൊല്ലി. അതുകൊണ്ട് ഏതായാലും അത് തസ്ബീഹായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബറക്കത്ത് കൊണ്ടൊക്കെ നമ്മൾ കുറച്ചു നേരം, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്ത് തസ്രീം എന്നോട് ഒത്ര നാളായി വന്നിട്ട് പ്രസംഗം ഉഴപ്പരുത്, ഉഴപ്പാതിരുന്ന മഴ പെയ്തു. അല്ലാഹു സ്വീകരിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശസ്തി നമുക്കുണ്ട്. അതേതാ? അഹ്മദ് കബീർ ബാക്കവി എത്ര വലിയ പ്രശസ്തി ഉണ്ട്. ആ സുഹൃത്ത് പറഞ്ഞതുപോലെ വാടാത്ത മുല്ലേ, ചൂടാത്ത പൂവേ, വിടരാത്ത എന്നൊക്കെ അല്ലാഹു ആ ചെറുപ്പക്കാരൻ കണ്ണിന് കാഴ്ചയില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. എന്റെ ചെറുപ്പക്കാരെ, കുട്ടികളെ, അവസാനം വരെ സഹോദര സഹോദരി, അല്ലാഹു ധാരാളം സൗന്ദര്യം തന്നിട്ടുണ്ട്. കാസർഗോഡൊക്കെ പ്രത്യേകിച്ച് ഏത് ഡ്രസ് ഇട്ടാലും അവർക്ക് സൗന്ദര്യം കൂടും. കാസർഗോഡ് ഒരു പ്രത്യേകത എന്താ? ഞാനിപ്പോ നാദാപുരത്തെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം വൈറലായി. നീ കാസർഗോഡിനെ കുറിച്ച് പറഞ്ഞാവട്ടെ. കാസർഗോഡെ കുട്ടികൾ എന്തിട്ടാലും ഗ്ലാമറ, നമ്മളത് ഇട്ടാല് പറ്റൂല, കട്ടുറുമ്പ് നിക്കറിട്ട മാതിരി ഇരിക്കും. അല്ലാഹുവേ പടച്ചവനെ, എല്ലാവരും കുറച്ചുകൂടി ഒന്ന് അടുത്തടുത്ത് കസേര ഇരുന്നാൽ കേൾക്കാൻ എളുപ്പമായിരിക്കും. ഈ മഴയുള്ളത് കൊണ്ട് ഷീറ്റിൽ വെള്ളം വീഴുന്നതുകൊണ്ട് പെട്ടെന്ന് കേൾക്കൂല. പെട്ടെന്ന് അൽഹംദുലില്ലാഹ്. ഒരു കവി പറയാണ്, എനിക്ക് ഏറ്റവും വലിയ ബഹുമതി ഏതാണെന്നറിയോ? ഏറ്റവും വലിയ വീട് കാസർഗോഡ്, ഏറ്റവും വലിയ വീട് എന്റെ വീടാ. എനിക്കതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഞാൻ പ്രാവശ്യത്തെ ഏറ്റവും വലിയ ലക്ഷാധിപതിയായ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പദവി, ലോകത്തുള്ള എല്ലാ ബഹുമതികളും ബഹുമാനങ്ങളും എനിക്ക് കിട്ടുന്നതിനേക്കാൾ ഒരു ബഹിരാകാശ പേടകത്തിൽ പോയി സുറയ്യ നക്ഷത്രത്തെ കീഴടക്കി എന്ന് എനിക്ക് ബഹുമതി കിട്ടിയാൽ, ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന ബഹുമതി കിട്ടിയാലും എല്ലാത്തിലും അപ്പുറം ഞാൻ ആഗ്രഹിക്കുന്ന ബഹുമതി എന്റെ അടിമകളെ, എന്റെ അടിമകളെ, എന്റെ അടിമകളെ എന്ന് അല്ലാഹു എന്ന ഉടമസ്ഥൻ വിളിക്കുമ്പോ ആ കൂട്ടത്തിൽ ഞാനും കൂടി പെട്ടുപോയാൽ, എന്റെ അടിമകളെ എന്ന് എന്റെ ഉടമസ്ഥൻ വിളിക്കുമ്പോ അതിൽ ഞാനുണ്ടെങ്കിൽ അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതി. ഞാൻ എന്റെ ഉടമസ്ഥന്റെ അടിമയാണല്ലോ. ഉടമസ്ഥന്റെ വാക്കുകൾ ധിക്കരിക്കാത്ത, അവന്റെ വിധിവിലക്കുകളെ മറികടക്കാത്ത, അവൻ പറഞ്ഞതനുസരിച്ച് നടന്ന് അവന്റെ നിരീക്ഷണത്തിലാണെന്നുള്ള ബോധ്യത്തോടെ ജീവിച്ച, അവന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ജീവിതത്തെ മാറ്റിവെച്ച ഉടമസ്ഥന്റെ അടിമയാണല്ലോ ഞാൻ. അതിനേക്കാൾ വലിയൊരു ബഹുമതി എനിക്ക് കിട്ടാനില്ലെന്ന് മഹാനായ സയ്യിദുനാ ഖാലിദ് റളിയല്ലാഹു അൻഹു. പടച്ചവനെ, ഈ കിട്ടുന്ന എല്ലാ ബഹുമതികളും നിഷ്പ്രഭമാണ്.
ഇപ്രാവശ്യം കോടീശ്വരനായവൻ അടുത്ത വർഷം കോടീശ്വരനാകണമെന്നില്ല. ഇന്ന് സൗന്ദര്യമുള്ള പെണ്ണെ ഒരപകടത്തിൽപ്പെട്ടാൽ നാളെ ആ സൗന്ദര്യം ഉണ്ടാകണമെന്നില്ല. കണ്ടെന്നിരിക്കും ജനത്തിന് കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേട്ടുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുവനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേട്ടുന്നതും ഭവാൻ. ഇന്നത്തെ ലക്ഷാധിപതി നാളത്തെ ഭിക്ഷ, ഇന്നത്തെ സൗന്ദര്യമുള്ളവൻ നാളത്തെ വിരൂപി, ഇന്ന് ആരോഗ്യമുള്ളവൻ നാളെ ഡയാലിസിസിന് വിധേയമാകേണ്ടവൻ, ഇന്ന് നെഞ്ചു വിരിച്ച് നടക്കുന്നവൻ നാളെ പറയുന്നവന് ക്യാൻസറാണ്, ഇന്ന് തലവേദന വന്നപ്പോ പറയുന്നു നാളെ അവന്റെ ഉള്ളിൽ ട്യൂമറുണ്ടത്ര. സഹോദര, ആരോഗ്യം അനാരോഗ്യത്തിലേക്ക് വഴിമാറും, സൗന്ദര്യം വിരൂപതയിലേക്ക്, സാമ്പത്തികം കടബാധ്യതകളിലേക്ക്, എല്ലാം ഇങ്ങനെ ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞ് ഋതുഭേദങ്ങൾ മാറിപ്പോകുമ്പോ മാറിപ്പോകാത്ത ഒരു ബഹുമതി എന്റെ അടിമകളെ എന്ന് അല്ലാഹു വിളിക്കുന്ന നേരത്ത് നാളെ പടച്ചവൻ ഒരുക്കി വെക്കുന്ന സൗഭാഗ്യങ്ങളുടെ സ്വർഗം വെച്ചിട്ടാണ് അല്ലാഹു നമ്മളെ മാടി വിളിക്കുന്നത്. എന്റെ അടിമകളെ കടന്നു വന്നോരോ, കുടിക്കാത്തവർക്ക് ഞാൻ മദ്യം തരാം, കുടിക്കാത്തവർക്ക് മാറി നിന്നവർക്ക് നിങ്ങൾ ആസ്വദിക്കാത്തതല്ല നിങ്ങൾക്ക് ഞാൻ തരാം. നിങ്ങൾ ഈ ദുനിയാവിൽ എന്നെ പേടിച്ചേരിൽ നിന്നൊക്കെ മാറി നിന്നോ, പലിശ മേടിച്ചിട്ട് പലിശ കച്ചവടം നടത്തിയിട്ട് എനിക്കൊരു കോടാനുകോടിയുടെ വീട് വേണ്ടെന്ന് നീ കരുതിയോ, എന്നാൽ ലോകത്തിലെ മനോഹരമായ വീട് നിനക്ക് ഞാൻ തരാം. അതിലുള്ള മണ്ണും ചരലുമിസ്കും ജൗഹറ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. അള്ളാഹുവിന്റെ തൃപ്തി നേടിയാല് കിട്ടുന്നത് എന്തൊക്കെയാണ്? അള്ളാഹു അവന്റെ അടിമയായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഇതേവരെ കേട്ടിട്ട് കബീർ ബാക്കവി ഞങ്ങൾക്ക് വേണ്ടിയൊന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട. അള്ളാഹുവിന്റെ റസൂല് പറയാ, ലോകത്തെ ധാരാളം സ്ത്രീകളെ കടന്നു പോയിട്ടുണ്ട്, പക്ഷേ പടച്ചവന്റെ ലിസ്റ്റിൽ ഇടം നേടിയ ചില സ്ത്രീകളുണ്ട്. പൂർണ്ണതയിലൂടെ കടന്നുപോയ 100 കണക്കിന് പുരുഷന്മാരുണ്ട്, പക്ഷേ പടച്ചവൻ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ കയറിയത് 4 സ്ത്രീകളാണ്. 4 സ്ത്രീകൾ ലാറാദത്തയല്ല, യുക്താമുഖിയല്ല, ഐശ്വര്യാറായിയല്ല, ഇന്ന് ബിഗ് ബോസിൽ പട്ടം കിട്ടിയവരല്ല, റിയാലിറ്റി ഷോകളിലെ സമ്മാനം വാങ്ങിച്ചവരല്ല. സിട്ടാവായ പടച്ചവൻ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ കയറി കൂടിയത് 4 സ്ത്രീകളാണ് കേട്ടോ. അവരാരെന്നറിയോ? ഒന്നാമത്തേത് ഇല്ലാ ഖദീജ ബിന്തു ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകളായ ഖദീജ റളിയല്ലാഹു അൻഹാ. സൗന്ദര്യമുണ്ടായിട്ടല്ല, 40ാമത്തെ വയസ്സിൽ മധ്യവയസ്കയുടെ കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലോട്ട് വന്ന ഖദീജ, അള്ളാന്റെ നിശ്ചിതീടം നേടിയവർ. 2 ആസിയ ബിന്തു മസാഹിം, സമയമില്ല, കാലാവസ്ഥ പ്രതികൂലമാണ്. 2 ആസിയ ബിന്തു മസാഹിമിന്റെ മകളായ ആസിയ, ഫറോവയുടെ പത്നി. ആരുടെ? ഫിർഔനിന്റെ പത്നി. മൂന്നാമത്തേത് മറിയം ബിനത്ത് ഇമ്രാൻ. ലോകത്തുള്ള മുഴുവൻ സ്ത്രീകൾക്കും ലോകാവസാനം വരെ ഒരു സ്ത്രീയെ പിൻപറ്റണോ, അത് ഇമ്രാന്റെ മകളായ മറിയം റളിയല്ലാഹു അൻഹാ. നാലാമത്തേത് ഫാത്തിമ ബിന്തു മുഹമ്മദ്, ഹബീബിന്റെ കരളിന്റെ കസ്രമായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഈ 4 പേരിലാണ് ജീവിതത്തിന്റെ മാതൃകയുള്ളത്. അവരാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് നടത്തുന്നത്. അവരുടെ വഴികളെ നിങ്ങൾ പിൻപറ്റണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇടം മഴ പ്രതികൂലമാകണം, ചുരുക്കൻ. അല്ലാഹുവിന്റെ അടിമയായി ജീവിക്കണം. അപ്പൊ എന്ത് പറ്റും? 2 കാര്യങ്ങൾ ഞാൻ പറയാം, അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, പടച്ചോന്റെ അടിമയായാൽ, അവന്റെ ഇഷ്ടത്തിനൊത്ത് നടന്നാൽ. പറയണ കേൾക്കണണ്ട? മനസ്സിലാവണുണ്ട? ഉള്ളവരൊക്കെ കൈവയ്ക്കുക. പടച്ചോന്റെ അടിമകളാകാൻ തീരുമാനിച്ച എല്ലാത്തിനും അപ്പുറം എന്റെ റബ്ബ് മതി, അവന്റെ ഇഷ്ടം മതി. പക്ഷെ അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചാൽ ഭൂമിയിൽ പരീക്ഷണങ്ങൾ ഒത്തിരി ഉണ്ടാവും. ആദ്യം ഞാൻ പറഞ്ഞേക്കാം, അതത്ര സുഖകരമല്ല. നിങ്ങൾ കള്ളും കുടിച്ച് പലിശയും മേടിച്ച് ആടിപ്പാടി നടന്നാൽ നിങ്ങൾക്ക് ദുനിയാവിൽ ചിലപ്പോൾ ഒരു പരീക്ഷണം ഉണ്ടാവില്ല.
നല്ല കള്ളൊക്കെ കുടിച്ച് ഇന്നലെ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരുമ്പോ എന്റെ അടുത്തൊരു പഹയരിപ്പുണ്ട്, കുടിക്കണ കൂടി മേടിച്ച് കൊടുക്കുകയാണ്. ആ വന്ന ഫ്ലൈറ്റ് എയർ പോക്കറ്റ് എത്തിയപ്പോ ഒന്ന് താഴോട്ട് വീണ് ഇവൻ കുടിച്ച് മത്താടി കിടക്കുക എന്റെ തൊട്ടപ്പത്തെ സീറ്റില്. ആ വന്നപ്പോ എയർ പോക്കറ്റ് വന്നപ്പോ ഫ്ലൈറ്റ് ഒന്ന് താഴോട്ട് വീണു. ഞാൻ പെട്ടെന്ന് പടത്തോലെ ഇല്ല. അപ്പൊ ഇയാള് കേട്ടാ ആള് നല്ല വെട്ടിലാണ്. ഒന്ന് എയർ പോക്കറ്റ് താഴോട്ട് വീണപ്പോഴേ എന്റെ തൊട്ട് ആ ഫ്ലൈറ്റിലിരിക്കുമ്പോ പോലും പടച്ചോനെ ഈ സാധനം ഇത് മേലെ ആകാശത്ത് തൊടാതിരിക്കുക എങ്ങനെ കുടിക്കാൻ തോന്നും? ഒന്ന് ഇന്ത്യയുടെ ഏറ്റവും അഭിമാന വിമാനമായ തേജസ് എയർ ഷോയിൽ മൂക്കുകുത്തി താഴെ വീണു. ഏറ്റവും സുരക്ഷയുള്ള വിമാനമാണ്. 2010 അത് ആദ്യത്തെ പറക്കൽ നടത്തുന്നത്. ഇന്ത്യയുടെ 2 റെജിമെന്റുകളിലേക്ക് കയറിയ വിമാനമാണ് തേജസ്. ആ തേജസിന് പേരിട്ടത് അടൽ ബിഹാരി വാജ്പേയിയാണ്. ഇതിനു മുമ്പ് ഒരൊറ്റ പ്രാവശ്യം അത് അപകടത്തിൽപ്പെട്ടിട്ടുള്ളൂ. അത് ജയ്സാൽമൂറിലാണ്. അന്ന് അപകടത്തിൽപ്പെട്ടിട്ട് അതിൽ നിന്ന് പൈലറ്റ് അത്ഭുതകരമായ വിധം രക്ഷപ്പെട്ടു. രണ്ടാമത്തെ അപകടം നടക്കുന്നത് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യ എന്ന രാജ്യം തല ഉയർത്തി നിൽക്കാൻ. അതിൽ നമുക്ക് സങ്കടമുണ്ട്. തേജസ് വിമാനം ആയിരക്കണക്കിന് ആളുകൾ നോക്കുമ്പോ മേലോട്ട് പറന്ന വിമാനം മൂക്കുകുത്തി താഴെ വീണു. ദാരുണമായി ആ പൈലറ്റ് കൊല ചെയ്യപ്പെട്ടു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് പറക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ഫോട്ടോയുണ്ട്. ആർക്കെങ്കിലും അത്രയും വലിയ സുരക്ഷാ സംവിധാനമുണ്ട്. UAE സുരക്ഷാ സംവിധാനത്തിന്റെ നടുവിലാണ്. ലോകത്തിലെ മുഴുവൻ ആളുകൾ നോക്കി നിൽക്കുമ്പോ സാധാരണ പോലെ 38,000 അടിയുടെ മുകളിലൊന്നുമല്ല. തേജസ് വിമാനം ജയ്സാൽമൂറിൽ നിന്ന് ആദ്യത്തെ പറക്കലിൽ ഒരപകടത്തിൽപ്പെട്ട് രണ്ടാമത്തെ അപകടം ആളുകൾ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു നിമിഷം കൊണ്ട് അഗ്നിഗോളമായി മാറി. എങ്ങനെയാണ് 30,000 36,000 അടിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് മദ്യപിക്കാൻ തോന്നുക? ആ രീതിയിൽ മരിച്ചു പോയാലോ? എന്തിനു പറയുന്ന എന്റെ റബ്ബേ, പ്ലെയിനിലും ചാരായമാ കുപ്പിക്ക് കവിയും 100-ലും. അത് പറയുന്നുണ്ട്, എവിടാണ് സഞ്ചരിക്കുന്നതെന്നോറ് കാറെ കുടിച്ചിട്ട് ആടുന്നുണ്ട് ലെവലില്ലാതെ. ആകാശത്തുമല്ല ഭൂമിയിലുമല്ല. ഈ മനുഷ്യനെന്ത് പറ്റി? ആവശ്യത്തിന് കുടിക്കാൻ പടച്ചോ പറയാൻ. ആ സമയത്ത് എന്നെ പേടിച്ച് നീ മാറി നിന്നോ. എന്നാൽ ഭൂമിയിൽ ചിലപ്പോൾ നിനക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. മാരകമായ ക്യാൻസർ വരും. മാരകമായ ക്യാൻസർ വരും. എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, പടച്ചോനെ, നമ്മുടെ നാട്ടിൽ ഇത്രേ പ്രയാസം. ഫലസ്തീനികൾ കൊല ചെയ്യപ്പെടുന്നു, അവിടെ ആളുകളെ തലയെറുക്കുന്നു. യഥാർത്ഥത്തിൽ അത് അല്ലാഹുവിലേക്ക് അടുത്തവനാണോ? എന്നാൽ അവന് പരീക്ഷണങ്ങൾ കൂടുതലാ. ആ പരീക്ഷണങ്ങൾ എത്ര വലിയ പരീക്ഷണങ്ങളാ! ഖുർആനിൽ പറയുന്ന ഒരു സമൂഹമാണ് അസ്ഹാബുർ റസ്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? അസ്ഹാബുർ റസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? നിങ്ങളിങ്ങനെ കറുമുറയിൽ നിന്ന് ഇങ്ങനെ നടന്നാ മതി. നമുക്കാകെ ചറുമുറ ഇതൊക്കെ നമുക്കാകെ അറിയാവുന്നത്. അസ്ഹാബുർ റസ്, ആദിനെയും സമൂദനെയും പോലെയുള്ള ഒരു വലിയ ധിക്കാരികളായ ജനതയാണ് അസ്ഹാബുർ റസ്. ആ കാലഘട്ടത്തിലെ പ്രവാചകൻ അവരോട് അല്ലാഹുവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോ ആ പ്രവാചകനെ പിടിച്ചു കെട്ടിയിട്ട് കയ്യും കാലും ബന്ധനസ്ഥനാക്കി ആഴമുള്ള കിണറിലേക്ക് കെട്ടിയിറക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് മണലിട്ട് മൂടിയിട്ടാണ് ശ്വാസം പെടഞ്ഞിട്ടാണ് ആ പ്രവാചകനെ കൊന്നൊടുക്കിയത്. ആ അഗാധമായ വെള്ളമുള്ള കിണറ്റിലേക്ക് കൈകാല് ബന്ധനസ്ഥനാക്കി കെട്ടിയിറക്കി അതിന്റെ മുകളിലേക്ക് മണലിട്ട് മൂടി ശ്വാസം പെടഞ്ഞിട്ടാണ് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ പ്രവാചകനെ അവർ കൊന്നൊടുക്കിയത്. ഈ ബനൂ ഇസ്രായേൽ അങ്ങനെയാണ്. പണ്ട് മുതലേ യാതൊരു ദയമില്ലാതെ അമ്പിയാക്കളെ കൊന്നവരാണ് ഇസ്രായേലികൾ. പിന്നെയാണോ ഫലസ്തീനിലെ കൊച്ചു കുഞ്ഞുങ്ങള് അല്ലാഹുവിന്റെ അമ്പിയാക്കളെ കൊന്നവരാണ്. സഹോദര സഹോദരി, ആധുനിക കാലത്ത് കേരളത്തിൽ നടക്കുന്ന ചില ശബ്ദങ്ങളുടെ ഇടയിൽ ഞാൻ പറയട്ടെ, മഹാനായ യഹിയാ നബിയെ കൊന്നതെന്തിനാ?
എന്തിനാണെന്നറിയോ? ആ കാലഘട്ടത്തിലെ രാജാവ് ഒരു വ്യഭിചാരിയായ പെണ്ണിനെ പ്രണയിച്ചിട്ട് ആ പെണ്ണിനെ വ്യഭിചാരിയെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അന്നത്തെ ശറഅ് അനുസരിച്ച് യഹ്യാ നബി ശറഇന്റെ ഫത്വ കൊടുത്തു. പറ്റില്ല, വ്യഭിചാരിയായ പെണ്ണിനെ വിവാഹം ചെയ്യാൻ പാടില്ലെന്ന് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫത്വ കൊടുത്തപ്പോ ആ സമയത്ത് മഹാനായ യഹ്യാ നബിയെ കഴുത്തെറുത്തിട്ടാണ് കൊന്നുകളഞ്ഞത്. എന്തിനെന്നറിയോ? ആ പെണ്ണ് പറഞ്ഞു, രാജാവ് പറഞ്ഞു, പെണ്ണെ നീ എന്നെ എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം, എന്ത് സമ്മാനമാണ് തരേണ്ടതെന്ന് പറഞ്ഞപ്പോ ആളുകളുടെ ഇടയിൽ എന്നെ പരിഹസിച്ച യഹ്യാ നബിയുടെ കഴുത്തറത്തിട്ട് ഒരു സ്വർണ്ണ തളികയിൽ എന്റെ മുമ്പിൽ വെച്ചാൽ ഞാൻ എന്റെ ശരീരം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞപ്പോ പച്ച വ്യഭിചാരിയെ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് മഹാനായ യഹ്യാ നബിയുടെ കഴുത്തറത്തിട്ട് അദ്ദേഹം പാത്രത്തിൽ കൊണ്ടുപോയി കാമുകിക്ക് വെച്ചു കൊടുത്തത്. ഹോമോസെക്ഷൽ പാടില്ല, അത് ലോകത്തിന്റെ ഏറ്റവും വലിയ അശ്ലീലമാണെന്ന് പറയുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രകൃതി വിരുദ്ധ ലൈംഗികതയുടെ അടയാളമായി മാറിയ ജനതയോട് ഈ ആൺകുട്ടികളുടെ രൂപത്തിൽ വന്ന് മലക്കുകളെ പ്രാപിക്കാൻ പോയപ്പോ ഓ സമൂഹമേ, ഈ നിൽക്കുന്ന സുന്ദരി പെണ്ണുങ്ങൾ എന്റെ പെൺമക്കളോ, അത് പടച്ചവൻ നിങ്ങൾക്ക് ഹലാലാക്കി തന്നതാണ്. വികാര ബുദ്ധീകരണത്തിനാണെങ്കിൽ എന്റെ പെൺമക്കളെ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ അതൊന്നും വേണ്ട, എനിക്ക് ആൺകുട്ടികളെ മതി, ഹോമോസെക്സ് മതി എന്ന് പറഞ്ഞ ഒരു സമൂഹത്തോട് ഈ അശ്ലീലത്തെ നിങ്ങൾ പ്രാപിക്കുകയാണ്. ഈ ലോകത്ത് നിങ്ങളെ പോലെ ഒരു സമൂഹം വന്നിട്ടില്ലല്ലോ. ഇത് അശ്ലീലമാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഒരു പ്രവാചകനെ കൊന്നൊടുക്കിയതെങ്കില് അത് പാതകമാണ്, അശ്ലീലമാണെന്ന് പറയുന്നവരെ, പുരോഗമനത്തിനെതിരെ തുറന്നു നിൽക്കുന്നവരെന്ന് ആശ്വസിക്കുന്നവരോട് സഹോദരാ, ദുനിയാവിൽ പടച്ചവനെ ഇഷ്ടപ്പെട്ടാൽ പടച്ചവന്റെ ദീൻ പറഞ്ഞാൽ പരീക്ഷണങ്ങൾ വരും, പ്രശ്നമാണ്. യഹ്യാ നബിയെ കഴുത്തറത്തു കൊന്നു. ആ യഹ്യാ നബിയുടെ പിതാവായ സക്കരിയ നബിയെയോ നമ്മൾ പറയുമല്ലോ, നമുക്കല്ലേ പരീക്ഷണം. സക്കരിയ നബിയെ കൊല്ലാൻ പോയപ്പോ മഹാനവറുകൾ ഒരു മരത്തിന്റെ ഉള്ളിൽ കയറി ഒളിച്ചു. ആ മരം നടുവേ കയറിയിട്ട് സക്കരിയ നബിയെ രണ്ടായി പിളർത്തിക്കളഞ്ഞു. ഇസ്രായേലുകൾ വാപ്പയും മോനെയും കൊന്നൊടുക്കിയിട്ടുണ്ട് ഈ അധർമ്മകാരികൾ. അതുകൊണ്ട് പടച്ചവന്റെ അടയാളമാണോ യാ റസൂലല്ലാഹ്? മൻഹും അശദ്ദുൽ ബലാഇയ റസൂലല്ലാഹ്. നബിയെ, ദുനിയാവിലെ ഏറ്റവും പരീക്ഷിക്കുന്നത് ആരെയാണ്? നബിയെ. ഹബീബായ നബി തങ്ങളുടെ മറുപടിയൽ അംബിയാ, ഓ അല്ലാഹുവിന്റെ പ്രവാചകന്മാരെയാ. അതിന് സമാനമായി പ്രബോധിത സമൂഹത്തോട് പ്രബോധനത്തിന്റെ ദൗത്യം പറയുന്ന പ്രബോധകരെ കാലാകാലങ്ങളിൽ ജനങ്ങളെ തെരഞ്ഞുപിടിച്ചക്രമിക്കും. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് പ്രവാചകന്മാരും അനന്തരാവകാശികളുമോ. അതുകൊണ്ട് സഹോദര സഹോദരി, അവസാനിപ്പിക്കട്ടെ. പടച്ചവൻ ഇഷ്ടപ്പെട്ട് ജീവിച്ചാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ആ സമയത്ത് പ്രതിസന്ധി ഉണ്ടാകും. ക്യാൻസർ ചിലപ്പം വന്നേക്കാം. 5 വക്ത് നിസ്കരിക്കുന്നവന് ക്യാൻസർ, സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നവന് കടം വരുന്നു. കന്റെ 100 വിധവകളായ 100 അനാഥകളായ പെൺകുട്ടികളെ കല്യാണം കഴിച്ച കോടീശ്വരൻ, കൃത്യമായി സക്കാത്ത് കൊടുത്ത കോടീശ്വരൻ, ചിലപ്പോൾ അയാൾ കടം കൊണ്ട് തകർന്നു പോയേക്കാം. പക്ഷേ കള്ളും കുടിച്ച് മദ്യഷാപ്പിലും കയറി പെണ്ണുങ്ങളുടെ കൂടെ ആടി നടക്കുന്ന കോടീശ്വരന് പ്രയാസമുണ്ടാവണമെന്നില്ല, അവന് ക്യാൻസർ വരണമെന്നില്ല. സുബഹിതമായിട്ടൊരു പങ്കെടുക്കുന്ന 5 വക്ത് നിസ്കരിക്കുന്ന പടച്ചോന് ഭയന്ന് പേടിക്കുന്നവന് ക്യാൻസർ വരാം, പ്രയാസങ്ങൾ വരാം.
ഏതുവരെ സഹോദരാ സഹോദരി പരീക്ഷണം വന്ന് തളർന്നു വീണാലും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവന് രോഗവും പ്രയാസവും കടവും വന്ന് ജീവിതത്തിൽ ഒരു സുഖവുമില്ല. ഹത്താ യംശിയലല്ലറു വലൈസ അലൈഹി ഖതിയാ. ഏതവസ്ഥയിൽ അവൻ ഈ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ഒരു പാപം പോലും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഓരോ മാരക രോഗം വരുമ്പോ പാപങ്ങൾ പൊറുക്കപ്പെടും, കടം കൊണ്ട് വലയുമ്പോ പാപം പുറത്തുകൊടും. പടച്ചവനനുസരിച്ച് ജീവിച്ചോ, പ്രയാസങ്ങളെ അതിജീവിച്ചോ, അള്ളാഹുവിന്റെ അടിമയായോ, ഒരു പാപം പോലും ഇല്ലാതെ ഭൂമിയിലൂടെ അവൻ നടന്നു നീങ്ങുമത്രേ. അള്ളാഹു നമ്മളവിടെ എത്തിക്കട്ടെ, അള്ളാഹു നമ്മളവിടെ എത്തിക്കട്ടെ. ദുനിയാവിൽ ക്യാൻസർ ഒക്കെ വരും, പേടിക്കണ്ട. ഏതുവരെ അവൻ ഇശായിക്ക് പള്ളിയിലോട്ട് പോകാൻ ഒരൊറ്റ പാപം പോലും അവനില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട? ഒരു പാപം പോലും ഇല്ല. രോഗവും പ്രയാസവും വന്ന്, പക്ഷെ പടച്ചോൻ അല്ലാഹുവേ ഇത് നീ എനിക്ക് തന്നതാണോ? പ്രശ്നമില്ല. ഈ രോഗം നീ അറിയാതെ വരൂല, എനിക്ക് പ്രശ്നമില്ല. ഈ കടം നീ അറിയാതെ വരൂല. പെങ്ങളെ, എന്റെ ജീവിതത്തിൽ വന്ന പരീക്ഷണം എന്നെ മോനെ കൊണ്ട് എന്നെ മോളെ കൊണ്ട് ഒരു പ്രശ്നമില്ല റബ്ബേ. ഞാൻ റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഞാൻ തൃപ്തിപ്പെട്ടു. ആ സബറോടെ നടന്നാൽ അവസാനം വരെ ഈ ഒരൊറ്റ പാപം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആ പാപം എല്ലാം പോയി. പാപമില്ലാത്തവൻ നേരെ എന്റെ അടിമകളെ വാ. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിക വഇനാബ വകവാഇബ തുറാബ വകഅസൻ ദിഹാഖാ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിസാബാ. അല്ലാഹു അവർക്ക് വേണ്ടി സുന്ദരമായ വീടുകൾ, സ്വർഗത്തിലെ വീടുകൾ, അകത്തുള്ള മണ്ണ് പുറത്തുള്ള അതിലുള്ള മണ്ണും ചരലും മിസ്കും ജൗഹറ. പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറാ. ആ വീടിന്റെ മുറ്റത്തുള്ളത് മരതക രത്നങ്ങളാണ്. അപ്പൊ അകത്തുള്ളത് പറയേണ്ട കാര്യമുണ്ടോ? അത്ര നല്ല വീട് സ്വർഗത്തിൽ കിട്ടും.